ഹലോ ഗൈസ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു പിടികിട്ട പുള്ളിയുണ്ട് കേട്ടോ. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അദ്ദേഹത്തെ കെണിയിലാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ വേടൻ തന്നെയാണ്. ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട്. വേടനെതിരെ പരാതി കൊടുത്ത ഈ ഡോക്ടർ, ഈ ഇര ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് മറ്റു പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെയല്ല. 2023 യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ചാനലിലാണ് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് ലീവിങ് ടുഗദർ ആയിരുന്നു രണ്ടുപേരും. ആ സമയങ്ങളിൽ തന്നെ ആ ഇര പറയുകയാണ്, നമ്മുടെ വേടൻ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കഞ്ചാവ് 3 നേരവും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഭക്ഷണക്രമം പോലെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. തമ്മിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഇരയെ സമീപിക്കുകയും ബ്രൂട്ടലായിട്ട് പീഡിപ്പിക്കുകയും ബ്ലീഡിങ് വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ ഇര പറയുന്നത്. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യങ്ങളായിട്ട് ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരുന്നു ഈ ഒരു പ്രോസസ്സ്. ഇതിനു പുറമെ ആ ഇരയുടെ കൂട്ടുകാരിയെ വേടനുമായിട്ടൊന്ന് ഒത്തൊരുമിപ്പിക്കാൻ വരെ വേടൻ പറഞ്ഞു എന്നാണ് ആ ഇര പറയുന്നത്. ഈ മാധ്യമ സിൻഡിക്കേറ്റ് അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിൻ്റെ ഇടയിൽ, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയതെന്ന്. അപ്പൊ ഇര പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് കേരളീയ ഒരു മാഗസിൻ വായിക്കാൻ ഇടയായി. അത് വേടനെ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു സർവൈവർ എഴുതിയതായിരുന്നു. അത് വായിച്ചപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ വേടനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തതായിരുന്നു ആ ഇര. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആരത്തിൽ നിന്ന് പറന്നുയരുകയായിരുന്നു ആ ഇര. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് കേട്ടോ ഈ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. ആ ഇരയുടെ കാഴ്ചപ്പാടിൽ ഇത്രയും കാലം നടന്നു പോയിക്കൊണ്ടിരുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പ് സമയത്ത് തന്നെ പരസ്ത്രീ ബന്ധം, ഒരാൾക്ക് എങ്ങനെയൊക്കെ മോശമാകാൻ പറ്റുമോ അത്രയും മോശം കെട്ട വൃത്തികെട്ട ഒരാളായിരുന്നു വേടൻ. എന്നിട്ട് പോലും ഈ ഇരയ്ക്ക് അദ്ദേഹത്തിന് തന്നെ മതി. ഇതിന് മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ, വേടനാണ് ഈ ഇരയെ ഒഴിവാക്കിയത്. അതായത് ഇവര് ടോക്സിക് ആണ് മറ്റൊരു പറഞ്ഞിട്ട് ഈ ഇരയെ അങ്ങ് ഒഴിവാക്കി വിട്ടു. ഈ ഒഴിവാക്കി വിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കംപ്ലൈന്റുമായിട്ട് പൊട്ടിമുളയ്ക്കുന്നത്. അതിന് എന്തോ ഒരു പന്തികേടില്ലേ. അപ്പം ഈ ഒരു ഇര വേടനെ ഒഴിവാക്കിയിട്ടാണ് ഈ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെ ഒരു സത്യാവസ്ഥ എങ്കിലും ഉണ്ട്. ഇത് ഇത്രയും ക്രൂരനായിട്ടുള്ള വൃത്തികെട്ട നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ പരസ്ത്രീ ബന്ധവും സിൻഡിക്കേറ്റ് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാള് നിങ്ങൾ ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി അങ്ങ് പോവുകയാണ്. ഇത്രയും ക്രൂരനായ ഒരാള് പാവപ്പെട്ട ഇരയെ ഒഴിവാക്കി പോവുകയാണ്. ആ സമയത്ത് വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇര കംപ്ലൈന്റുമായിട്ട് വരുന്നത്. അതിൽ എന്ത് ലോജിക്കാണുള്ളത്? നേരെ തിരിച്ചല്ലേ വരാണ്ടത്? അതിൽ തന്നെ എന്തൊക്കെയോ കള്ളങ്ങൾ മറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ ഇപ്പം അവർക്ക് എതിരെ എന്താ പറയാ, മോശമായിട്ടോ ഒന്നുമല്ല പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ യൂട്യൂബ് ചാനൽ മാധ്യമ സിൻഡിക്കേറ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവര് ഇന്റർവ്യൂ ഫുള്ളും ഉണ്ട്, നിങ്ങൾക്ക് ഇരുന്ന് കാണാവുന്നതാണ്. നമ്മളും ചോറ് തന്നെയല്ലേ തിന്നുന്നേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. വേറെ പലരും തിന്നുന്നവർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കുമായിരിക്കും. പക്ഷെ അതും മുമ്പുള്ളതിനെക്കാട്ടിയും ഇത്രയും ഒരു ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഈ ഒരു കേസ് കൊണ്ട് വരികയാണ്. എങ്ങനെയെങ്കിലും തകർക്കണം, തകർത്ത് എറിയണം. ആ ഒരു എന്താ പറയാ ദൃഢനിശ്ചയം പോലെയാണ് തോന്നുന്നത്. നമുക്ക് അങ്ങനെയാണെന്ന് അനുമാനിക്കാം. നമുക്ക് പ്രസ്താവനയൊന്നും നടത്താൻ പറ്റത്തില്ല. അപ്പം വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി കണ്ടറിയാം ഇനി അങ്ങോട്ട് പോകുമ്പം എന്തൊക്കെയാവുമെന്ന്. നമ്മുടെ ജനൻ ടിവിയിൽ വന്നതാണ്. ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുത്തിരിക്കുകയാണ് ചൂടെ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. ശ്രീ NR മധു, കേസരി മുഖ്യപത്രാധിപർ നമ്മോടൊപ്പം ചിരിക്കാന്. ഡോക്ടർ NR മധു, ഇവിടെ ഈ റാപ്പർ വേടൻ ഇപ്പോൾ റേപ്പർ വേടനായി മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഒന്ന് തൊടാൻ പോലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എങ്ങനെ കാണുന്നു? ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തില് പ്രതികൾക്കൊപ്പമാണ്. ആ പ്രതികൾക്കൊപ്പമാണ് ഇവര്. വേടൻ സ്റ്റേറ്റിന്റെ ഗസ്റ്റ് ആണല്ലോ ഇപ്പൊ. അതുകൊണ്ട് ഇതൊരു എന്താ പറയാ സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് പീഡനമാണെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതൊരു ഇടതുപക്ഷ സർക്കാർ അതിന്റെ ഒരു ഔദ്യോഗിക പീഡനമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരുപക്ഷെ വേടന്റെ സാഹിത്യം സർവകലാശാലയിൽ പഠിപ്പിച്ചതുപോലെ വേടന്റെ ഈ കൃത്യങ്ങൾ ഒരുപക്ഷെ ഒരു മത്സര ഇനമായിട്ടൊക്കെ യുവജനോത്സവത്തിനൊക്കെ നമ്മുടെ സർവകലാശാല യുവജനോത്സവപ്പെടുത്താൻ മേലാത്തല്ല. സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് പീഡനമാണ് വേടന്റേതെന്ന് എന്തുവാടേ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്തൊരു ഒത്താശ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇതിനും കൂടെ.
അത് പറഞ്ഞിട്ട് അതിലും തീർന്നില്ല മധുസാർ പറയാണ് നമ്മുടെ വേടന്റെ കാവ്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പുസ്തകമായിട്ട് വന്നതുപോലെ വേടന്റെ ഈ ഒരു പീഡന ചരിത്രവും കൂടെ പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കാൻ, ഇനി വരുന്ന തലമുറകൾ ഇതൊരു പാഠ്യ വിഷയമായിട്ട് എടുക്കട്ടെ എന്ന്. എന്താ അല്ലേ, ഇതിന് എന്തിനാണ് ഇവരെ പോലുള്ളവരൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭവിയല്ല, ഞാൻ ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ പറയാം ഈ ഒരു കേസിനകത്ത്. സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് പീഡനം, അത് കൊള്ളാല്ല, പുതിയൊരു സംഭവമാണ്, അടിപൊളി വാക്കല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ട്. സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് പീഡനം ആണ് റാപ്പർ വേടന്റെ. അതിനകത്ത് പറയുന്ന വേറെ കേസുണ്ട് കേട്ടോ. റാപ്പർ വേടനല്ല, റേപ്പർ വേടനാണ്. റേപ്പിസ്റ്റ് വേടൻ. ആഹാ, കൊള്ളാം. അങ്ങനൊരു എന്താ പറയാ, ഒരു ടാഗ് ലൈനും കൂടെ അങ്ങ് ചാർത്തി കൊടുത്തിരിക്കുകയാണ്, റേപ്പിസ്റ്റ് വേടൻ. നന്നായി. അതിന് ഒത്താശ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട്. കൊള്ളാം. എന്തൊക്കെയാണെന്തോ പറയുന്നത്. അതൊക്കെ എന്താ പറയാ, സംരക്ഷണം ചെയ്യാൻ നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ജനം TV കൊള്ളാം, നന്നായിരിക്കണം. ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ അടിച്ചമർത്തി താഴ്ത്തി കെട്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമോ? പറയുന്നതിന് പോലെ ഗവൺമെന്റിനെയും കൂടെ പറയുന്നു. ഗവൺമെന്റ് എല്ലാ ക്രിമിനലുകളെയും എന്താ പറയാ, ഇതുപോലത്തുള്ള എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാനല്ല കേട്ടോ, ഈ വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ മധുസാറും ഈ ജനന്റിയും കൂടെ തമ്മിൽ ഒരുമിച്ചിരുന്ന് പറയുന്നതാണ് റാപ്പർ വേടനായ റേപ്പിസ്റ്റ് വേടൻ. മൊത്തത്തിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പം, ഇപ്പം ഈ വേടന്റെ കേസ് നമുക്ക് മാറ്റി നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു സാധാരണക്കാരായാലും ഈ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് പുരുഷന്മാരായിരിക്കും. അവർക്ക് അവിടെ വോയിസ് ഇല്ലല്ലോ. ഫുള്ളും അവരുടെ നാടും വീടും പേരും ജോലി സ്ഥലവും എല്ലാം, ജോലിയും പോയി, വീടും ചീത്തപ്പേരുമായി. മൊത്തത്തിൽ ഏറ്റവും അവസാനം അവര് നിരപരാധിയാണെന്ന് തെളിയുമ്പം അത് നാട്ടുകാരും അറിയേയില്ല. ഈ ഒരു ചീത്തപ്പേരും പേരും ഇങ്ങനെ നടക്കണം ജീവിതകാലം മുഴുവൻ. ഈ ഒരു പീരീഡില് ഈ ഒരു വ്യക്തി ഈ അലിഗേഷൻ വന്ന സമയത്ത് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ആ വിഷമവും ഒക്കെ എന്താണ് ഒരു പരിഹാരം? ഇതിപ്പം ഫേക്ക് കേസാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് കൊടുത്ത ആളെ പിടിച്ച് ജയിലിലിടും? ഇല്ലല്ലോ. എന്തൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിപ്പം ഒന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിപ്പോ ഒരു ടൂറായിട്ട് അങ്ങ് യൂസ് ചെയ്യാണ്. ഇത്രയും കാലം ഒരുമിച്ച് നടന്നപ്പോ ഒന്നും അതൊരു പീഡനമല്ലായിരുന്നു. ഒന്ന് തെറ്റി തിരിഞ്ഞു പോയപ്പം എനിക്ക് വേണ്ടടി നിന്നെ എന്ന് പറഞ്ഞ് പോയ സമയത്ത് അങ്ങനെ അങ്ങ് പോയാലോ, എന്നാ നിനക്കിട്ട് ഒരു പനിയും കൂടെ തന്നേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കൊള്ളാം, നന്നായിരിക്കണം. ഇതിപ്പം ഈ ഒരു കേസിലല്ല, വേറെയും കുറെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആക്ടർ നമ്മുടെ നിവിൻ പോളി സാറിന്റെ കേസിനകത്ത് ഇതുപോലെ ഒരു ദുബായിന്നോ എവിടെന്നോ ഒന്ന് പൊട്ടിമുളച്ചൊരു സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് പറഞ്ഞതെന്തോ, ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വരുന്ന, അതായത് നമ്മുടെ മധുസാറിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഇതൊക്കെ സ്റ്റേറ്റ് ഓർഗനൈസ്ഡ്, ഇതിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആൾക്കാരുണ്ടോ അതോ സെപ്പറേറ്റ് ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ റോബോട്ടുകൾ ഇങ്ങനെ കൊടുത്ത് കീ കൊടുത്ത് ഉരുണയാണെന്ന് തോന്നുന്നു. പോട്ടെ വേടന്റെ അടുത്തോട്ട്, പോട്ടെ നീൻ പോളിയുടെ അടുത്ത്. കൊള്ളാം എന്തായാലും. അപ്പം മധുസാറിന്റെ അടുത്ത് ഒരു കാര്യം പോകുന്നതിന് മുമ്പ് പറയാനുണ്ട്. മധുസാറെ, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. അത് സ്റ്റേറ്റും ഗവൺമെന്റൊക്കെ അവിടെ മിണ്ടാതിരുന്നോട്ടെ. എന്തിനാണ് അത് സംരക്ഷണം ചെയ്യാൻ ജൻ TV? എന്തായാലും കണ്ടറിയണം ഈ ഒരു കേസിന്റെ ഗതി എങ്ങനെ ആയി തീരുമെന്ന്. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.